നീ ചിരിച്ചു. നല്ല ഒന്നാന്തരം പണിയാ എനിക്ക് തന്നത് കേട്ടോ. ഇതിനെയാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. അല്ല, നീ എനിക്ക് തന്ന പണിയല്ല, ഞാൻ തന്നെ എനിക്ക് വാങ്ങിയ പണിയാ. മോനയുടെ അമ്മ എന്തിയടാ? ആ അച്ഛ, അമ്മ ബെഡ്റൂമിലുണ്ട്. നീ എന്തോട് പണി? നിനക്ക് സാധനമായിട്ടാ വന്നേക്കുന്നത്. എന്തോ ഏട്ടാ, തിന്നാൻ വല്ലതാണോ? ഓ, തിന്നുന്ന കാര്യം മാത്രമല്ലോ ഓർമ്മ. എടി, ഇത് തിന്നുന്ന സാധനം, പക്ഷെ ഉണ്ടാക്കിയാലേ തിന്നാൻ പറ്റത്തുള്ളൂ. കുറച്ച് മീനാ. ചേട്ടാ, രാത്രി സമയം എന്തോന്നറിയാമോ? മീൻ വൃത്തിയാക്കിയാന്നോ? മീൻ വൃത്തിയാക്കിയതാ, പക്ഷെ കുറച്ച് കക്കയിറച്ചിയുണ്ട്, അത് വൃത്തിയാക്കിയിട്ടില്ല. അത് വൃത്തിയാക്കണം. ബാ. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ചേട്ടാ. ഇത് നീ എപ്പ തീരാനാ? കഴിഞ്ഞ ദിവസം ആണെങ്കിൽ മറ്റേ ചീവക്കിഴങ്ങ് കൊണ്ടുവന്നു. എന്തൊരു പണിയായിരുന്നു. ലാസ്റ്റ് ചേട്ടന് തന്നെ പണി കിട്ടിയില്ലയോ? എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ചേട്ടാ. എഡിറ്റിംഗ് ഒക്കെ അങ്ങോട്ട് മാറ്റി പോയി. ഇത് ചെയ്യണ്ട, ഇതിന് നാളത്തേക്ക് വെച്ചേക്കാൻ കൊള്ളാവോ? ബാ, ഇങ്ങോട്ട് വാ. ഓരോരോ പണികള്. നീ കരയണ്ട, ഞാൻ അങ്ങ് വൃത്തിയാക്കി തരാം. ഇതെടുത്ത് വെള്ളത്തിനകത്തിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. ഇതങ്ങ് ചെറിയ കക്കയാണല്ലോ, ചെറുതാ, തീരെ ചെറുതാ. ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കും? ഇതിനകത്ത് അഴുക്ക് മൊത്തം ഇങ്ങനെ എടുത്ത് കളയണ്ടേ? വെള്ളം ഒഴിച്ച് വെച്ചോടി. വെള്ളം ഒഴിച്ച് വെച്ച് ജസ്റ്റ് ഇനി ഒന്ന് കഴുകി വാരി ഇങ്ങനെ വഴി ഒന്ന് എടുത്ത് കുറച്ച് മണ്ണും ചെളിയൊക്കെ അങ്ങ് പോകും. കുറച്ചേ വാങ്ങിച്ചുള്ളൂ. കാരണം എനിക്കറിയാം, ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമെന്ന് അറിയാം. എന്റെ ഇന്നത്തെ ദിവസം മൊത്തം പോക്കാ. ഇങ്ങനെ കഴുകി എടുത്തതിന് ശേഷമേ എന്റെ ഒന്നുമില്ല പരിപാടി തന്നെ. ഉണ്ടോ, കഴുക്കി ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ മതി. ഇത് കുറച്ച് ചെറുതാണേലും ഇങ്ങനെ എടുക്കാൻ. ചെറുതല്ല, ഇത് നല്ല വലിപ്പമുണ്ട്. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്തിനാ, ഞാൻ റെഡിയാക്കാം. എന്നാലും കണ്ടോ, നാളെ ഇത് ചെയ്യണ്ടായോ? എനിക്കറിയാം, ഇത് ചെയ്യാൻ അറിയത്തില്ല, അതേ ഉള്ളു കാര്യം. തീരെ ചെറുതാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും. പക്ഷെ എന്നാലും അകത്തെ അഴുക്കൊന്നും അങ്ങനെ ഇത്ര ഇതായിട്ട് പോകത്തില്ല. അത് വയറുവേദന എടുക്കും. അങ്ങനെയൊക്കെ ഉള്ളത് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നതാണ്. തീരെ കുഞ്ഞത് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനം എടുത്ത് കളയുകയാണെങ്കിൽ. ചേട്ടായി, ഞാനിവിടെ ചെയ്യണോ? വേണ്ട, ഞാൻ ചെയ്തോളൂ. കുറച്ചല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നീ അല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, ഞാനല്ലല്ലോ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ ഞാൻ സഹായിക്കുന്നതിനകത്ത് എന്താ കുഴപ്പമെന്തോ? നീ എന്നെ സഹായിക്കുന്നുണ്ട്, കടയിൽ വന്ന് കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത്. തുണി കഴുകണം, ആഹാരമെല്ലാം ഉണ്ടാക്കണം, ചെടിയുണ്ട്, 10,000 മൂടി ചെടിയുണ്ട്, അതിന് മൊത്തം വെള്ളമൊഴിക്കണം, കെട്ടിയവൻ്റെ മക്കളെയും കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൂടാതെ കടയിൽ വരണം, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സഹായിക്കണമല്ലോ. എന്നെ സഹായിക്കുമ്പോൾ ഞാനും സഹായിക്കും. അങ്ങനെ വേണം. അത് കണ്ടോ, പെട്ടെന്നല്ലേ, എളുപ്പം ഇത്ര ആയുണ്ടോ? എഡിറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാനിവിടെ വന്ന് സഹായിക്കട്ടെ. ഒരു കാര്യം ചെയ്യാവോ? ആ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകി അങ്ങോട്ട് പോയി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരോടും ഒരു ചോദ്യം. നിങ്ങൾ ഇങ്ങനെയാണോ ഈ കക്ക വൃത്തിയാക്കി എടുക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും നൂതന മാർഗങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്കിങ്ങനെ അറിയത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇങ്ങനെ എടുക്കുക, ഇതിനകത്ത് ഇത് എടുത്ത് കളയുക അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും എളുപ്പമാർഗം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ചേട്ടൻ എപ്പോഴും ചെയ്യാനാണോ? അല്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന സമയത്തേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നല്ലതല്ലേ? നീ ചിരിച്ചു. നല്ല ഒന്നാന്തരം പണിയാ എനിക്ക് തന്നത് കേട്ടോ. ഇതിനെയാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. അല്ല, നീ എനിക്ക് തന്ന പണിയല്ല, ഞാൻ തന്നെ എനിക്ക് വാങ്ങിയ പണിയാ. അതെങ്ങനെയാ? ചേട്ടനാണെങ്കിൽ എന്നും വൈകുന്നേരം വരുമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട്. വൈകിട്ടല്ലേ ഞാൻ വരുന്നത്? വൈകിട്ടല്ല, പിന്നെ വേറെ ഏതെങ്കിലും സമയത്ത് വാങ്ങിച്ചിട്ട് വരാൻ നിൽക്കുമോ? ഞാൻ ചെയ്തോളാം. ഞാൻ ചേട്ടനെ കൊണ്ടെല്ലാം ചെയ്യിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ വരാന്ന്. അങ്ങനെ ആരും ചിന്തിക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്താ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പെണ്ണുങ്ങളെ സമ്മതിച്ചു കൊടുക്കണം. ഇതൊക്കെ വൃത്തിയാക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിച്ചു കൊടുക്കണം. അല്ല, വേറെ കാര്യം, സമയമുള്ളവർക്കേ ഓക്കെ, സമയം ഇല്ലെങ്കിൽ പണിയാ. അരമണിക്കൂറായി ഞാൻ പരിപാടി തുടങ്ങി, ഇത്ര ആയുള്ളൂ ഇതുവരെ ആയിട്ട്. ഇനി ഞാൻ ചെയ്യട്ടെ? വേണമെങ്കിൽ അറിയോ? ഉള്ളിപ്പറിക്കാൻ അറിയോ? പിന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കളയണം. ചിലരാണെങ്കിൽ ഇങ്ങനെ ഇടും ചേട്ടാ മൊത്തത്തില്. എന്തോ നീ നോക്കിയേ, ഇതുകൊണ്ട് ഇതെല്ലാം തിന്നാനുള്ളതല്ലേ? വേസ്റ്റ് എല്ലാം കൂടെ വയറുവേദന ഉണ്ടാകും. അങ്ങനെ അതൊക്കെ ഹോട്ടലിലും ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ അങ്ങനെയൊക്കെ എടുക്കുന്നത്. കഴുകി ഇങ്ങെടുക്കത്തേ ഉള്ളു ചിലര്. അവരൊക്കെ എന്താ ഇതുപോലെ ഇന്ന് കുത്തിപ്പറിച്ചെടുക്കും? പറയത്തില്ല, ചേട്ടനെ പോലെ ആര് ചെയ്തു തരും? എന്റെ ചേട്ടനൊരു പാവല്ലേ. എത്ര സുഖപ്പെട്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കേൾക്കത്തില്ല. ഇതുപോലെ വീട്ടിൽ സഹായിക്കുന്ന എത്ര പേര് കാണും? ഉണ്ടാവോടി, ഇഷ്ടം പോലെ പേരുണ്ട് സഹായിക്കുന്നില്ല. പിന്നെ ഭാര്യക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ എന്നെ പോലെ. എന്ത് കേട്ടെ, ഞാൻ രാവിലെ തുടങ്ങുന്ന ജോലിയായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. അതിനിടയിൽ എഡിറ്റിങ് എല്ലാം കഴിഞ്ഞ് അവിടോട്ട് ഇരുന്നപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് കയറി വരുന്നത്.
കൊണ്ടുവരുന്നുണ്ടല്ലോ എന്തായാലും, കൊണ്ടുവരാതിരിക്കുന്നില്ലല്ലോ. അതെ അതെ കൊണ്ടിരുന്നുണ്ട്. ഇതൊക്കെ വലിയ കാര്യം എന്ന് പറ. അതെ എത്രയോ പേര് ഇങ്ങനെയൊന്നും കിട്ടാതിരിക്കുന്നുണ്ട് വീട്ടില്. സത്യം. അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഉണ്ടാക്കുന്ന പാടല്ലേ ഉള്ളു. പിന്നെ ചേട്ടായി നല്ല സഹായിയാ കേട്ടോ, നല്ല സഹായിയാ. എനിക്ക് നല്ല സഹായങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു തരും. അതുപോലെ ഞാനും ചേട്ടനെ സഹായിക്കും. ഞാൻ കടയിൽ പോകുന്നുണ്ട്, കടയിലെ എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്യുന്നുണ്ട്. സോപ്പിച്ച് വലിയ ആള്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഞാൻ കൂടുതൽ ഊർജ്ജ സ്ഥലത്താണ് ഇല്ലയോ? ഇല്ലയോ? നാളെ എന്താ കൊണ്ടിരുന്നത്? കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട് ചെറുത്, കുറച്ച് തരണേ. അതിനെന്തോ, എന്റെ സമയം അനുസരിച്ച് ഞാൻ ചെയ്യും. അതിനെന്തോ, എനിക്കതിൽ മടിയുള്ളവനല്ല, അതിൽ ഞാൻ അഭിമാനിക്കുന്നവനാണ്. സത്യം. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ രാവിലെ ആണേലും 8:30 ഞങ്ങൾക്ക് കടയിൽ പോകണം. ഞങ്ങൾ രണ്ടുപേരുടെ കടയിൽ പോകും. പക്ഷേ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഫുള്ള് ജോലിയും കഴിയും. ആർക്കും എപ്പോൾ വേണേലും ഞങ്ങളുടെ വീട്ടിൽ കയറി വരാം. അത്രയ്ക്ക് ഞാൻ എന്നെ പൊക്കി പുകഴ്ത്തി പറയല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വീട്ടിലേക്കുന്നത്. അപ്പൊ പിന്നെ സംഭവം എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാം വൃത്തിയാക്കി നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചേട്ടായി എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പാവമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പക്ഷെ ഏട്ടൻ ഇവിടെ ഇട്ടാ ചെയ്തത് സാരമില്ല, നമുക്കെല്ലാം ക്ലീൻ ചെയ്യാം. സോപ്പിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഭർത്താക്കന്മാരുണ്ടോ? ആരെയൊക്കെ സഹായിക്കുന്നുണ്ട്? എനിക്ക് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതേ ഭയങ്കര എൻജോയ് ചെയ്യുക. വീട്ടില് ഭാര്യ ഭർത്താക്കന്മാര് നല്ല ഇതായിട്ട് നല്ല നല്ല കമ്പനി ആയിട്ട് തന്നെ ഇരിക്കുക. എന്നും പറഞ്ഞ് ജോലി ചെയ്ത് തന്നാൽ മാത്രമേ ഭർത്താക്കന്മാര് കമ്പനി ആക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇതുപോലെ ഞങ്ങൾ നല്ല ഹാപ്പി ആട്ടോ. എന്നെ ഏട്ടൻ സഹായിക്കും, ഞാനും എൻ്റെ ഏട്ടനെ സഹായിക്കും. എന്തോടെ നീ ചളവളന്ന് പറയുന്നത്? ഓ ഞാൻ ചേട്ടനെ ഒന്ന് പോയിട്ട് പറഞ്ഞതാണേ. എന്തായാലും കണ്ടില്ലേ, എനിക്ക് നല്ല ജോലിയല്ലേ. ഞാൻ കേൾക്കാവുന്ന കാര്യമായി. ആ എല്ലാം ചെയ്യാം. വല്ലപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കുന്നത് നല്ലതാ. അയ്യടാ, അയ്യോ എന്റെ കിച്ചൺ എന്നും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞാണേ. ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ടോ ഞാൻ ഇത്ര സമ്മതിച്ചത് വീട്ടിൽ ചെയ്യാന്. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഇങ്ങൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. ഭയങ്കര പണിയായി പോയി.